നമുക്കെല്ലാവർക്കും വളരെ കൗതുകമുള്ളൊരു കാര്യമാണ് കൊതുക് എന്തുകൊണ്ട് എല്ലാവരെയും കടിക്കുന്നില്ല, ഇല്ലേ? ചിലർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് കൊതുക് കടിക്കും, ചിലരെ ആണെങ്കിൽ വളരെ മൈൽഡായിട്ട് മാത്രമേ കടിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണെന്ന് അറിയും. ഹലോ, വെൽക്കം. ഞാൻ ഡോക്ടർ ഹേമന്ത് അരവിന്ദ്, റിസർച്ച് ഹെഡ് അഗ്രോബയോടെക് റിസർച്ച് സെൻറ്റർ, കോട്ടയമുണ്ട്. പലരും കേട്ടിട്ടുണ്ടായിരിക്കും കൊതുക് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നതിനനുസരിച്ചിട്ടായിരിക്കും കടിക്കുക എന്നുള്ളത്. പക്ഷേ കൊതുകിന് ശരിയാണ്, കൊതുകിന് കാർബൺ ഡൈ ഓക്സൈഡ് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. ഏകദേശം ഒരു 75 അടി ദൂരെ നിന്ന് തന്നെ അവയ്ക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് മാത്രമല്ല, എല്ലാവരുടെ ബോഡിയും എക്സേൽ ചെയ്യുന്നുണ്ടാവും കാർബൺ ഡൈ ഓക്സൈഡ്, ബോഡിയിലെ കോശങ്ങളിൽ നിന്ന് എക്സേൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇത് ഓരോരുത്തരിലും വ്യത്യാസമായിരിക്കും. ചിലരിൽ വളരെ കൂടുതലായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടും. ഇത് മാത്രമല്ല, മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പ്രധാനമായിട്ട് നമ്മളുടെ സ്കിന്നിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ സ്കിൻ സർഫസിലുള്ള ബാക്ടീരിയകൾ, ഈ ബാക്ടീരിയകൾ പലതരത്തിലുള്ള ഗന്ധങ്ങൾ പുറപ്പെടുവിക്കും. അപ്പോൾ ഈ ഗന്ധങ്ങൾ പലതും മോസ്കിറ്റോസിന് അല്ലെങ്കിൽ കൊതുകിന് വളരെ ആകർഷകമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചിലവരെ കൂടുതലായിട്ട് കൊതുക് കടിക്കും, ചിലരെ വളരെ കുറച്ച് മാത്രമേ കൊതുക് കടിക്കും. ഇനി അത് മാത്രമല്ല, ബോഡി ടെമ്പറേച്ചർ, ബോഡി ടൈപ്പ്, ഇതൊക്കെ തന്നെ വളരെ പ്രസക്തമാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ആണ് ചില ബ്ലഡ് ഗ്രൂപ്പുകളും വളരെ പ്രധാനമാണ്. O പോസിറ്റീവ് ഗ്രൂപ്പ് ഉള്ളവരെ വളരെ കൂടുതലായിട്ട് കൊതുക് കടിക്കും. അപ്പോൾ കൊതുക് കടി എല്ലാവരിലും ഒരേപോലെയല്ല. ഓർക്കുക, എല്ലാ കൊതുകുകളും കടിക്കില്ല, പെൺകൊതുകുകൾ മാത്രമേ നമ്മളെ കടിക്കാറുള്ളൂ. ഇനി കൊതുക് കടി എന്തുകൊണ്ട് ഒഴിവാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO കണക്ക് പ്രകാരം ഒരു വർഷം ലോകത്താകമാനം ഏകദേശം 7 ലക്ഷം പേരാണ് കൊതുക് കടി മൂലം മരിക്കുന്നത്. സോ കൊതുക് കടി കൊള്ളാതിരിക്കുക. കൊതുകിനെതിരെയുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ വളരെ ശക്തമായി നമ്മൾ സ്വീകരിക്കണം. പരിസരങ്ങൾ നമ്മൾ ശുചിയായിട്ട് സൂക്ഷിക്കുക, വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക, വീടിനും പരിസരവും എപ്പോഴും ഒരു ഡ്രൈ ഡേ ആചരിക്കുന്നത് നന്നായിരിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.